ബംഗളൂരുവിൽ പുതുവത്സരാഘോഷം കൊഴുപ്പിക്കാൻ എത്തിച്ച 30 കിലോയോളം ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. വിപണിയിൽ 28 കോടിയിലധികം രൂപ മൂല്യം വരുന്ന ലഹരി വസ്തുക്കളുമായി 2 വിദേശ വനിതകളെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിലും 15 കിലോ സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളും പിടിച്ചെടുത്തിരുന്നു. ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ ലക്ഷ്യമിട്ട് ശേഖരിച്ചു വെച്ച ലഹരി പദാർത്ഥങ്ങളാണ് ബംഗളൂരു പോലീസിന്റെ നാർക്കോട്ടിക്സ് വിഭാഗം പിടികൂടിയത്. വടക്കൻ ബംഗളൂരുവിലെ സമ്പിഗേഹള്ളിയിലെ വീട്ടിൽ നിന്ന് 18.5 കോടി രൂപ വിപണി മൂല്യം വരുന്ന MDMA പിടിച്ചെടുത്തു. ടാൻസാനിയൻ സ്വദേശി നാൻസി മേരിയുടെ താമസ സ്ഥലത്ത് നിന്നാണ് വൻതോതിൽ സിന്തറ്റിക് ലഹരി പിടിച്ചെടുത്തത്. ലാൽബാഗിന് സമീപം നടത്തിയ പരിശോധനയിൽ 1.25 കിലോ MDMAയുമായി നൈജീരിയൻ സ്വദേശി ഇമ്മാനുവൽ അരീംസിൻ പിടിയിലായി. ചാമരാജ്പേട്ടിലെ ഫോറിൻ പോസ്റ്റ് ഓഫീസിൽ വിദേശത്തു നിന്നെത്തിയ പാഴ്സലിൽ 8 കോടി രൂപയുടെ 8 കിലോ ഹൈഡ്രോ കഞ്ചാവും കണ്ടെടുത്തിട്ടുണ്ട്. ആകെ 28.75 കോടി രൂപ മൂല്യം വരുന്ന 30 കിലോയോളം ലഹരി പദാർത്ഥങ്ങളാണ് ഇന്നലെ ഒരു ദിവസത്തെ പരിശോധനയിൽ പിടിച്ചെടുത്തത്. ബംഗളൂരുവിൽ ന്യൂ ഇയർ രാവിൽ സംഘടിപ്പിക്കുന്ന പാർട്ടികൾ കൊഴുപ്പിക്കാനെത്തിച്ചവയാണ് ഇവയെല്ലാം. ಇವರು ಡೆಲ್ಲಿ 2023 ಅಲ್ಲಿ ಡೆಲ್ಲಿಗೆ ಲ್ಯಾಂಡ್ ಆಗಿದ್ರು ಟೂರಿಸ್ಟ್ ವೀಸಲ್ಲಿ ಮತ್ತು ಇಲ್ಲಿ ಸೆಟಲ್ ಆಗಿ ಡೆಲ್ಲಿ ಮತ್ತೆ ಬೇರೆ ಬೇರೆ ಕಡೆ ಅಲ್ಲಿ ಲೋ ಪ್ರೈಸ್ ಅಲ್ಲಿ ಪರ್ಚೇಸ್ ಮಾಡಿ ಇಲ್ಲಿ ಸೇಲ್ ಮಾಡಲಿಕ್ಕೆ ಈ ಸದ್ಯಕ್ಕೆ ಮಾಹಿತಿ ಕೊಟ್ಟಿದ್ರು. ನಾವು ಅದರ ಬಗ್ಗೆ കഴിഞ്ഞ ചൊവ്വാഴ്ച 15 കിലോയോളം MDMAയും ഹൈഡ്രോപോണിക് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളും പോലീസ് പിടിച്ചെടുത്തിരുന്നു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് പോലീസ് വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.